മൈ ഡിയർ സ്റ്റുഡൻസ്, ഡോക്ടർ ജെയിംസ് ടൈലർ കെൻ്റ് രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്കേവർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ ഈ പരമ്പരയുടെ 100ാമത്തെ എപ്പിസോഡിൽ എത്തി നിൽക്കുകയാണ്. എനിക്ക് വ്യക്തിപരമായി വളരെയധികം സന്തോഷമുണ്ട്. കഴിഞ്ഞ 10-30 വർഷത്തെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു, അല്ലെങ്കിൽ ഒരു മിഷനായിരുന്നു ഈ വളരെ വിശിഷ്ടമായൊരു പുസ്തകം. ഹോമിയോപ്പതി വിദ്യാർത്ഥികളുടെ സിലബസിലൊന്നും ഇല്ലാത്ത ഈ ഒരു പുസ്തകം വിദ്യാർത്ഥികളെ ഏതെങ്കിലും വിധത്തിൽ പരിചയിപ്പിക്കണം. അത് പുസ്തക രൂപത്തിൽ ആണെങ്കിൽ നല്ലത്. പക്ഷെ അതിൻ്റെ പ്രായോഗികമായ പ്രയാസങ്ങളും മറ്റുമൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിന് പുതിയ തലമുറ വിദ്യാർത്ഥികളുടെ താല്പര്യത്തിനും അനുസരിച്ച് ഒരു യൂട്യൂബ് ചാനലിലൂടെ സംസാര രീതിയിൽ അത് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചത്. അതിന് വളരെ മികച്ച പ്രതികരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. വിദ്യാർത്ഥികളിൽ നിന്നും മാത്രമല്ല, പ്രാക്ടീഷണേഴ്സിൽ നിന്നും, സീനിയറായിട്ടുള്ള ഡോക്ടർമാരിൽ നിന്ന് പോലും വളരെ നല്ല പ്രതികരണങ്ങളും പിന്തുണയും ഒക്കെ ഇതിന് ലഭിച്ചു വരുന്നുണ്ട്. അങ്ങനെയാണ് ഈ 100ാമത്തെ എപ്പിസോഡിലെത്തിയിരിക്കുന്നത്. ഇത് ഒരു കുറ്റമറ്റ ഒരു ചാനലാണെന്ന്, പ്രോഗ്രാമാണെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. കാരണം വളരെ ചുരുങ്ങിയ ചെലവിൽ പരിമിതമായ സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. കാരണം ഇതൊരു സാമ്പത്തിക നേട്ടം ഉദ്ദേശിച്ചുകൊണ്ടുള്ളൊരു പരിപാടി അല്ലാത്തതുകൊണ്ട് തന്നെ വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇതിൽ നടക്കില്ല. അതുകൊണ്ട് സാങ്കേതികമായ ചില പോരായ്മകളുണ്ടാകാം. അതിനോട് നിങ്ങൾ സഹകരിക്കുന്നുണ്ട്. അതിന് വളരെയധികം എനിക്ക് നന്ദിയുണ്ട്. ഇനിയും നിങ്ങളുടെ പിന്തുണ ഉണ്ടാകണം. കൂടുതൽ പേരിലേക്ക് ഇത് എത്തിക്കണം. കാരണം ഈ ഒരു പുസ്തകത്തിൻ്റെ മഹത്വം നിങ്ങൾ പ്രാക്ടീസിൽ നിങ്ങളൊന്ന് ഇംപ്ലിമെൻ്റ് ചെയ്ത് തുടങ്ങുമ്പോഴേ അത് മനസ്സിലാവുള്ളൂ. ഇംപ്ലിമെൻ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ രോഗികൾ നിങ്ങളെ തേടി വരും. കൃത്യമായി ഇത് പ്രയോഗിച്ച് ഹോമിയോപ്പതിയുടെ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിളിനെ ഫോളോ ചെയ്തുകൊണ്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ബുദ്ധിമുട്ടിയും രോഗികൾ നിങ്ങളുടെ അടുത്ത് വരും. മാത്രമല്ല, നിങ്ങൾക്ക് വളരെ വിസ്മയനീയമായ രോഗശാന്തികൾ നൽകാനും നിങ്ങളുടെ പ്രാക്ടീസിനെ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കും. ആ ഒരു ലക്ഷ്യത്തോടു കൂടി അതുവഴി ആത്യന്തികമായിട്ട് രോഗഗ്രസ്തമായ സമൂഹത്തിന്, നമ്മുടെ മാസ്റ്റർ പറഞ്ഞ പോലെ രോഗഗ്രസ്തമായ സമൂഹത്തിന് അതുകൊണ്ട് ഉയർച്ചയുണ്ടാകുക, അതാണ് ഇതിൻ്റെ ഒരു ലക്ഷ്യം. അപ്പോൾ അതിലേക്കുള്ള പ്രയാണം ഇനിയും ധാരാളം മുന്നോട്ട് പോകാനുണ്ട്. നമ്മൾ ഒരു അരമണിക്കൂറിൽ താഴെയുള്ള എപ്പിസോഡുകളായിട്ടാണ് പോകുന്നത്. കൂടുതലും ദീർഘിപ്പിച്ചിട്ട് കാര്യമില്ല. പിന്നെ ഒരു പീരിയോഡിസിറ്റി, ഞാൻ 1-2 ദിവസങ്ങളിലാണിത് കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ എൻ്റെ ജോലി സംബന്ധിച്ച് കുറച്ച് തിരക്കുകൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി വന്നതുകൊണ്ട് പീരിയോഡിസിറ്റി അല്പം ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. ആ തിരക്കുകൾ വയ്യാതെ തീരും. അപ്പോഴേക്കും നമുക്ക് പഴയതുപോലെ 1-2 ദിവസങ്ങളിലേക്ക് ഇത് വീണ്ടും പഴയ പോലെ ആക്കാൻ സാധിക്കും. അപ്പോൾ കുറച്ചുകൂടി വേഗതയിൽ നമുക്ക് തീർക്കാം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോകൾ ശ്രദ്ധിക്കണമെന്നും അത് ശ്രദ്ധാപൂർവം ശ്രവിക്കണമെന്നും മറ്റുള്ളവരേക്ക് എത്തിക്കണമെന്നും അഭ്യർത്ഥിക്കുകയാണ്. നമ്മൾ അക്കോണൈറ്റം എന്ന അധ്യായമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അത് നമ്മൾ തുടരുകയാണ്. അതിൻ്റെ 8ാമത്തെ ഭാഗമാണ് ഈ 100ാമത്തെ എപ്പിസോഡിൽ വരുന്നത്. ഈ ഭാഗത്ത് സ്ത്രീകളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ്. അക്കോണൈറ്റം സ്ത്രീകൾക്കും കുട്ടികൾക്കും വളരെ സവിശേഷമായി ആപ്ലിക്കേഷനുള്ള ഒരു ഔഷധമാണെന്ന് കെൻ്റിലൂടെ പറയുന്നുണ്ട്. നമുക്ക് ആ ഭാഗത്തെക്കുറിച്ച് നമുക്ക് ഈ എപ്പിസോഡിൽ നമുക്ക് വിശദമായിട്ട് ശ്രമിക്കാം. The woman is a natural aconite patient with her sympathetic natural sensitiveness. സ്ത്രീകൾക്ക് നല്ലൊരു കോംപ്ലിമെൻ്റ് തന്നുകൊണ്ടാണ് ഈ ഭാഗം കെൻ്റ് ആരംഭിക്കുന്നത്. സ്വാഭാവികമായിട്ടും സ്ത്രീകൾക്ക് ഉപകരിക്കുന്ന ഔഷധമാണ്. കാരണം എന്താണ്? അവരുടെ നൈസർഗികമായ ഒരു ദയാവായ്പ്, സിമ്പതി, അവരുടെ ഒരു സിമ്പതി എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള മലയാളം ദയാവായ്പല്ലെങ്കിൽ പോലും ആ ഒരു സഹാനുഭൂതി എന്നുള്ള വാക്ക് നമുക്ക് പറയാം.
മറ്റുള്ളവരുടെ പ്രയാസങ്ങളിൽ അതിനോട് താതാത്മ്യപ്പെട്ടുകൊണ്ട് സഹാനുഭൂതി കാണിക്കുന്ന ഒരു മനോഭാവം സ്ത്രീകൾക്ക് പുരുഷന്മാരെ അപേക്ഷിച്ച് കൂടുതലായി ഉണ്ട്. അത് അവരുടെ മാതൃത്വത്തിൻ്റെ ഭാഗമാണ്. സ്വന്തം വയറ്റിൽ പറഞ്ഞ കുട്ടികളോടെന്ന പോലെ മറ്റു കുട്ടികളോടും സ്വന്തം കുട്ടിയോട് എന്നതുപോലെ തന്നെയുള്ള ഒരു വാത്സല്യം പൊതുവെ സ്ത്രീകൾക്കുണ്ടാവാറുണ്ട്. അതിൻ്റെ ഭാഗമായി അവിടെ ഒരു ഇൻഹറൻ്റ് ആയിട്ടുള്ള വളരെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഒരു മാതൃത്വത്തിൻ്റെ ഭാഗമായാണ് ഈ ഒരു സഹാനുഭൂതി അല്ലെങ്കിൽ സിമ്പത്തറ്റിക് നേച്ചർ വരുന്നത്. ആ നേച്ചറുമായിട്ട് അക്കോണൈറ്റം നല്ലവണ്ണം ചേരുന്നുണ്ട്. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, അത് ശരിക്കും മനസ്സിലാക്കിയിരിക്കും. ഷീ യൂഷ്വലി ടേക്സ് ഓൺ കംപ്ലൈൻറ്റ്സ് ഫ്രം നെർവസ് ഷോക്ക്, ഫ്രം ഫിയർ, ആൻഡ് ഷീ നാച്ചുറലി ടേക്സ് ഓൺ കംപ്ലൈൻറ്റ്സ് ഫ്രം കോസസ് അതർ ദാൻ ദോസ് ഫ്രം വിച്ച് മെൻ ടേക്ക് ഓൺ സിക്നസ്. അതായത് ഭയം, ആശങ്ക, പിരിമുറുക്കങ്ങൾ, ഇങ്ങനെയുള്ള അവസ്ഥകൾ പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളെ ബാധിക്കാറുണ്ട്. അതിന് എക്സെപ്ഷൻ ഇല്ലെന്നല്ല. പുരുഷന്മാരെക്കാൾ കരുത്തരായ സ്ത്രീകൾ ധാരാളം ഉണ്ട്. അവരുടെ എണ്ണം സമൂഹത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം സ്ത്രീകളുടെ ശാക്തീകരണവും വിദ്യാഭ്യാസപരമായും സാമ്പത്തികമായുള്ള ശാക്തീകരണത്തിലൂടെ കൂടുതൽ കരുത്തരായ സ്ത്രീകൾ വരുന്നുണ്ട്. എങ്കിൽ പോലും ഒരു ഈ ഭയം പോലുള്ള പ്രശ്നങ്ങൾ, പെട്ടെന്നൊരു ഞെട്ടൽ, ഈ ഒരു പ്രശ്നങ്ങൾ ഒരു പുരുഷനെ ബാധിക്കുന്നതിനേക്കാൾ കൂടുതൽ മോശമായി സ്ത്രീകളെ ബാധിക്കും. അതുകൊണ്ടാണ് ഈ അക്കോണൈറ്റം സ്ത്രീകൾക്ക് കൂടുതൽ യോജിക്കുമെന്ന് എൻ്റെ പറയാൻ കാരണം. ഇറ്റ് ഈസ് വെരി സെൽഡം ദാറ്റ് ഫിയർ വിൽ ഗിവ് എ മാൻ ഇൻഫ്ലമേഷൻ, ബട്ട് ഫിയർ ഈസ് എ കോമൺ കോസ് ഓഫ് ഇൻഫ്ലമേഷൻ ഫോർ ദ യൂട്രസ് ആൻഡ് ഓഫ് ദ ഓവറീസ് ഇൻ പ്ലത്തോറിക്, വിഗറസ്, എക്സൈറ്റബിൾ വുമൺ. അപ്പോൾ അവിടെയും അക്കോണൈറ്റത്തിൻ്റെ ഒരു ജനറൽ നേച്ചർ വരുന്നുണ്ട്. പ്ലത്തോറിക്, വിഗറസ് ആയിട്ടുള്ള സ്ത്രീകൾ, സെൻസിറ്റീവായിട്ടുള്ള സ്ത്രീകൾ, ആ സ്ത്രീകൾക്ക് ഈ ഫിയർ കൊണ്ട് പുരുഷന്മാർക്ക് വരാത്ത തരത്തിൽ വളരെ വേഗം യൂട്രൈൻ കംപ്ലൈൻസ്, ഇൻഫ്ലമേഷൻ വരുന്നു. ഗൈനിക് സിസ്റ്റത്തിൽ ഇൻഫ്ലമേഷൻ പോലുള്ള കാര്യങ്ങൾ ഭയം കൊണ്ട് വരുന്നു ഈ ഒരു നേച്ചറുള്ള സ്ത്രീകൾക്ക്. അതാണ് അക്കോണൈറ്റത്തിൻ്റെ ഒരു ഇൻഡിക്കേഷൻ. അപ്പോൾ ഒരു പുരുഷന് വളരെ ചുരുക്കമായിട്ടേ ഭയം കൊണ്ടൊരു ഇൻഫ്ലമേഷൻ ഉണ്ടാകൂ. പക്ഷേ സ്ത്രീകളെ സംബന്ധിച്ച് അതൊരു കോമൺ കോസാണ്. എവിടെ? യൂട്രസിൽ, ഓവറീസിൽ. ഏതുതരം സ്ത്രീകളിൽ? പ്ലത്തോറിക്, വിഗറസ്, എക്സൈറ്റബിൾ വുമൺ, അതായത് അക്കോണൈറ്റൻ നേച്ചറുള്ള വുമൺ. ഫിയർ വിൽ ഓഫൺ കോസ് അബോർഷൻ, ബട്ട് വെൻ അക്കോണൈറ്റ് ഈസ് ഗിവൺ ഏർലി ഇനഫ് ഇറ്റ് വിൽ ചെക്ക് ദ അബോർഷൻ ദാറ്റ് കംസ് ഫ്രം ഫിയർ. അപ്പോൾ ഫിയർ കൊണ്ട് അബോർഷൻ ഉണ്ടാകാം. അത് സാധാരണമാണ്. പണ്ടുകാലത്ത് കൂടുതൽ സാധാരണ ഉണ്ടായിരുന്നു. ആ ഒരു കണ്ടീഷനിൽ വളരെ വേഗം അക്കോണൈറ്റം കൊടുത്തു കഴിഞ്ഞാൽ അബോർഷനെ അത് തടയും. ഇത് കാണിക്കുന്ന കൃത്യമായിട്ടൊരു അനുഭവം ഡോക്ടർ ബാബുചേട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം, എനിക്ക് തോന്നുന്നു രാജസ്ഥാനിലെ കോട്ടയിലാണെന്ന് തോന്നുന്നു, സംവർ ഇൻ നോർത്ത് ജോലി ചെയ്യുന്ന സമയത്ത് മിലിറ്ററി ക്യാമ്പിനടുത്തുള്ള ക്വാർട്ടേഴ്സിലാണ് അദ്ദേഹം താമസിക്കുന്നത്. അത് പട്ടണത്തിൽ നിന്നും വളരെ ദൂരെയുള്ളൊരു സ്ഥലമാണ്. പകൽ സമയത്താണെങ്കിലും മിലിറ്ററിയുടെ വാഹനങ്ങൾ ഇടയ്ക്ക് പോകും. ആ വാഹനത്തിലാണ് അവിടുത്തെ സ്റ്റാഫും കുടുംബാംഗങ്ങളും ഒക്കെ അടുത്തുള്ള ചന്തയിൽ പോയി സാധനങ്ങൾ വാങ്ങുകയോ മറ്റൊക്കെ ചെയ്യുന്നത്. രാത്രിയായി കഴിഞ്ഞാൽ അത്തരം പോക്കുകൾ പ്രയാസമാണ്. ഇന്നിപ്പോൾ സ്വകാര്യ വാഹനങ്ങൾ ധാരാളം ഉണ്ടാകാം, മോട്ടോർ ബൈക്കുകളും കാറുകളും ഒക്കെ ഉണ്ടാകാം, ഓട്ടോറിക്ഷ ഉണ്ടാകാം. അന്ന് കാളവണ്ടികൾ കച്ചവടത്തിനായിട്ട് പോകുന്നതല്ല, അത് തന്നെ ഈ ഒരു കണ്ടോൺമെൻറ്റ് ഏരിയയിലേക്ക് അങ്ങനെ വരികയുമില്ല. ആ ഒരു സാഹചര്യത്തിൽ ബാബുചേട്ടൻ മുൻപ് ചില പ്രശ്നങ്ങൾക്ക് മരുന്ന് കൊടുത്തിട്ടുള്ള ഒരു സ്ത്രീ എന്ന് വെച്ചാൽ അവിടുത്തെ അദ്ദേഹത്തിൻ്റെ ഓഫീസിലെ ഒരു മീനിയൽ സ്റ്റാഫിൻ്റെ ഭാര്യയാണ്. അവർക്ക് 2 കുട്ടികളോ മറ്റോ ഉണ്ട്. ഈ ഭർത്താവ് വളരെ ക്രൂരമായി പെരുമാറുന്ന ഒരാളാണ്. അയാൾ മിലിറ്ററി കോട്ടയിൽ മദ്യം കിട്ടും, അതുമല്ലാതെയൊക്കെ കഴിച്ച് ഭാര്യയെ ഉപദ്രവിക്കുന്നത് ഒരു പതിവാണ്. അതുകൊണ്ട് സന്ധ്യ ആകുമ്പോൾ ഇയാൾ ജോലിയും കഴിഞ്ഞ് മദ്യപാനമൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ തന്നെ ഭാര്യയ്ക്കും കുട്ടികൾക്കും അയാളെ ഭയമാണ്. അപ്പോൾ അവരുടെ കുടുംബ പ്രശ്നങ്ങളിൽ ബാബുചേട്ടൻ പലതവണ ഇടപെട്ടിട്ടുണ്ട്. പല പ്രശ്നങ്ങളിലും മധ്യസ്ഥനായിട്ട് നിൽക്കുകയും അവരെ യോജിപ്പിക്കാനൊക്കെ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പ്രശ്നങ്ങൾക്കിടയിലും ഈ സ്ത്രീ ഗർഭവതിയാകുന്നുണ്ട്, അത് നടക്കുന്നു, ആ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അങ്ങനെ 3ാമതും ഗർഭിണിയായിരിക്കുന്ന സമയത്ത്
ഒരു ദിവസം പതിപോലെ വല്ലാത്ത ഒച്ച കേട്ടു. അവർ പതിവായതുകൊണ്ടും ഒരു മർദ്ദനത്തിലേക്കൊന്നും പോയില്ല, അതുകൊണ്ട് അയൽവാസികളൊന്നും ഇടപെട്ടില്ല. അതങ്ങനെ കഴിഞ്ഞു. പിറ്റേ ദിവസം അതിരാവിലെ ഇയാൾ എന്തോ പുറത്തേക്ക് പോയപ്പോൾ അയാൾ എഴുന്നേൽക്കുന്നതിന് മുൻപോ ഈ സ്ത്രീ ബാബുചേട്ടൻ്റെ അടുത്ത് വന്നു. സാബ്, എനിക്കിങ്ങനെ രാത്രി ഇന്നലെ ഭയങ്കരമായ പ്രശ്നം ഉണ്ടാക്കി, എന്നെ കൊന്നുകളയെന്നൊക്കെ ഭീഷണിപ്പെടുത്തി, കുട്ടികളെ കൊന്നുകളയെന്ന് ഭീഷണിപ്പെടുത്തി, അവരെയൊക്കെ പിടിച്ചു. അപ്പോഴേക്കും ഞാൻ വല്ലാതെ ഭയന്നു പോയി. ഒരു കണക്കിനാണ് ഉറങ്ങിയില്ല, ഒരു കണക്കിന് നേരം വിളിപ്പിച്ച് സാബ് എഴുന്നേൽക്കുന്നവരെ ഞാൻ ഇങ്ങനെ ഇരുന്ന് വന്നതാണ്. ഭയങ്കരമായ കാളുന്ന വേദന, കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമെന്നുള്ള പേടി. അപ്പോൾ അവർ പറഞ്ഞത് ഇതിനൊരു മരുന്ന് കിട്ടും, പേടിക്കും, ഈ പ്രശ്നത്തിനൊരു മരുന്ന് കിട്ടും, ഹോമിയോപ്പതിയുടെ ഒരു മരുന്ന് കിട്ടും എന്നൊരു പ്രതീക്ഷ അവർക്കില്ല. കാരണം ഈ ബാബുചേട്ടൻ 4 പിൽസാണ് കൊടുക്കുന്നത് മെഡിക്കേറ്റ് ചെയ്തിട്ട്. അതിൽ വലിയ പ്രതീക്ഷയൊന്നും അവർക്കില്ല. അവർക്ക് ഈ മിലിറ്ററി ക്യാമ്പിൽ നിന്നൊരു ജീപ്പൊന്ന് റിലീസ് ചെയ്ത് കിട്ടുമോ, ഒരു പ്രശ്നം വർദ്ധിച്ചാൽ, ഒരു ബ്ലീഡിങ് വല്ലതൊക്കെ വന്നു കഴിഞ്ഞാൽ ആശുപത്രിയിലേക്ക് പോകാൻ ഒരു മിലിറ്ററി ജീപ്പ്, ബാബുചേട്ടൻ അവിടെ ഓഡിറ്റ് ഓഫീസറായതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ ജീപ്പ് കിട്ടും, അതിനുവേണ്ടി വന്നതാണ്. അപ്പോൾ ബാബുചേട്ടൻ കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ബാബുചേട്ടൻ മനസ്സിലായി ഇത്രയും വേഗം ഒരു അക്കോണൈറ്റം കൊടുക്കേണ്ട ഒരു കേസാണെന്ന് മനസ്സിലായി. അതുകൊണ്ട് അപ്പോൾ തന്നെ അക്കോണൈറ്റം 200 എന്നോട് ആ പൊട്ടൻസിയും ഒക്കെ എന്നോട് പറഞ്ഞു. ഒരു ഡോസ് കണക്കാക്കി ആ സ്ത്രീയുടെ വായൊക്കെ ഇത്തിരി വെള്ളം കൊടുത്ത് വായൊക്കെ വൃത്തിയാക്കി. അപ്പോൾ അത്രയും ക്രിട്ടിക്കൽ കേസിൽ ബാബുചേട്ടൻ എല്ലാ പ്രിക്കോഷൻസ് കൊടുത്തിട്ട് മരുന്ന് കൊടുക്കുള്ളൂ. കാരണം കൊടുക്കുന്ന ഒരു ഡോസ് കൃത്യമായിട്ട് കൊടുക്കണം. അതുകൊണ്ട് ആളുകൾ ചിലപ്പോൾ പോയി ഭക്ഷണം കഴിക്കും, അല്ലെങ്കിൽ വായ വൃത്തിയാകാതെ കഴിക്കും. അപ്പോൾ ആ ഒരു പൊട്ടൻസിയുടെ, പ്രത്യേകിച്ച് ഹയർ പൊട്ടൻസിയുടെ കൃത്യമായിട്ടൊരു ആക്ഷൻ ഉണ്ടായെന്ന് വരില്ല. അതുകൊണ്ട് സാധാരണ കുടിവെള്ളത്തിൽ വായ നന്നായിട്ട് കുലുക്കുഴിഞ്ഞ് കഴുകി നാവിനടിയിൽ ഈ 4 ഗ്ലോബ്യൂൾസ് ഇട്ട് കൊടുത്ത് അരമണിക്കൂറൊന്നും കഴിക്കണ്ട, പൊയ്ക്കോ, വണ്ടിയൊക്കെ ഞാൻ ആവശ്യം വന്നു കഴിഞ്ഞാൽ അറേഞ്ച് ചെയ്ത് തന്നോളാം, അതുപോലെ ഈ ഭർത്താവുമായിട്ട് ഞാൻ സംസാരിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ച് വിട്ടു. പിന്നെ അവർ വന്നുമില്ല. അതിൽ ഓഫീസിലേക്ക് പോകുന്നതിന് മുമ്പ് ഒന്ന് അവിടെ ചെന്ന് നോക്കിയപ്പോൾ ഈ സ്ത്രീ സന്തോഷത്തോടെ ഇരിക്കുന്ന അവരുടെ അമ്മയും ഉണ്ട്. വേറെ പ്രശ്നമൊന്നും ചോദിച്ചു കഴിഞ്ഞപ്പോൾ വയറിൻ്റെ കാലിലൊക്കെ പോയി. എങ്ങനെയുണ്ട്? അവർ സമാധാനമായി, അവരുടെ മനസ്സും കാമായി, അവരുടെ ശരീരവും കാമായി, വേദനകളൊക്കെ പോയി. അപ്പോൾ അക്കൗണ്ടിരുന്ന ഈ ഒരു ആക്ഷൻ, അതിൻ്റെ എഫക്റ്റ് ഒരു അനുഭവത്തിലൂടെ ബാബുചേട്ടൻ ബോധ്യപ്പെട്ടുള്ളതാണ്. അത് ഞാൻ കേട്ട് അത് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. We will have the stitching, burning, tearing pains of aconite, sometimes following fear or sudden emotion. അപ്പോൾ സഡൻ ഇമോഷൻ കൊണ്ട്, സഡൻ ഫിയർ കൊണ്ട് എങ്ങനത്തെ വേദന? സ്റ്റിച്ചിങ്, ബേണിങ്, ടിയറിങ്. അപ്പോൾ ഇത്തരം വിശേഷങ്ങൾ വലിയ കാര്യമൊന്നുമില്ല. പെയിൻ ഉണ്ടാവും, ഇത് പ്രൂവേഴ്സിൽ നിന്ന് കിട്ടിയതാണ്. ഇനി പ്രൂവേഴ്സിൽ നിന്ന് കിട്ടാത്തവരും പെയിനും ചിലപ്പോൾ ഉണ്ടായിരുന്നിരിക്കാം. അപ്പോൾ അത്തരം മൈന്യൂട്ട് പർട്ടിക്കുലേഴ്സിൽ അത്ര വലിയ കാര്യമൊന്നുമില്ല വാസ്തവത്തിൽ. എങ്കിലും അത് അറിഞ്ഞിരിക്കുകയെന്നേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം വേറെ തരം പെയിനാണെന്ന് വെച്ചുകൊണ്ട് അത് അക്കോണൈറ്റ് അല്ലെന്ന് വിചാരിക്കേണ്ട. ജനറൽ കണ്ടീഷൻ, ഒരു മെയിൻ റൂബ്രിക്കിൽ ഒത്തുവരിക, ജനറൽ കണ്ടീഷനിൽ ഒത്തുവരിക, അതാണ് പ്രധാനം. ഇത്തരം ഡീറ്റെയിൽസ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നേ ഉള്ളൂ. സംടൈംസ് എ പ്രഗ്നന്റ് വുമൺ വിൽ സേ, ഡോക്ടർ, ദർ ഇസ് നോ യൂസ് ഓഫ് യുവർ പ്ലാനിങ് ഫോർ മൈ കൺഫൈൻമെന്റ്. ഐ നോ ഐ ആം ഗോയിങ് ടു ഡൈ ഇൻ ദാറ്റ് കൺഫൈൻമെന്റ്. ഒരു സ്ത്രീ പറയണം അവരുടെ ഒരു മനപ്രയാസം കൊണ്ട്, എൻ്റെ പ്രസവം കാര്യങ്ങളെക്കുറിച്ച് ഡോക്ടർ ചിന്തിച്ച് വിഷമിക്കണ്ട, ഞാൻ പ്രസവത്തോടുകൂടി ഞാൻ മരിക്കും. അപ്പോൾ മരണത്തെ അവർ പ്രഡിക്റ്റ് ചെയ്യുകയാണ്. അതാണ് അവരുടെ മാനസികാവസ്ഥ. മെനി ലിറ്റിൽ തിങ്സ് ലൈക്ക് ദാറ്റ് ക്യാൻ ബി സിംഗിൾഡ് ഔട്ട്, ബട്ട് ദാറ്റ് സ്റ്റേറ്റ് ഓഫ് ഫിയർ ഈസ് എ വെരി പെക്യുലിയർ തിങ് ആൻഡ് റിയലി റെപ്രസെൻറ്റ് ദ ഓൾ നേച്ചർ ആൻഡ് ബീയിങ് ഓഫ് ദ വുമൺ. ഇതേപോലുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ, ഈ ചെറിയ ലിറ്റിൽ തിങ്സ് ക്യാൻ ബി സിംഗിൾഡ് ഔട്ട്, ഇത്തരം കാര്യങ്ങളെയൊക്കെ നമുക്ക് വേണമെങ്കിൽ മാറ്റാം. ഇത്തരം കൊച്ചു കൊച്ചു കാര്യങ്ങൾ നമുക്ക് മാറ്റാം. പക്ഷേ പ്രധാനപ്പെട്ട എന്താണ്? റിയലി റെപ്രസെൻറ്റ് ദ ഹോൾ നേച്ചർ ഓഫ് ദ നേച്ചർ ആൻഡ് ബീയിങ് ഓഫ് ദ വുമൺ. അതായത് ആ ഒരു സ്ത്രീയുടെ അസ്തിത്വത്തെ, ബീയിങ് ഓഫ് എ വുമൺ, ഒരു സ്ത്രീ എന്ന നിലയിലുള്ള ഒരു അസ്തിത്വത്തെയും അവരുടെ പ്രകൃതത്തെയും, മൊത്തം പ്രകൃതത്തെയും പ്രതിനിധീകരിക്കുന്ന കാര്യം എന്താ? അതാ പെക്യുലർ ആയിട്ടുള്ള ആ ഒരു ഫിയർ, ആ സ്റ്റേറ്റ് ഓഫ് ഫിയർ, ഭയം എന്ന് പറയുന്ന ആ ഒരവസ്ഥ. അതാണ് ആ ഒരു സ്ത്രീ എന്ന നിലയിൽ ആ പേഷ്യൻ്റെ അസ്തിത്വത്തെയും
ആ വ്യക്തിയുടെ നേച്ചറിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതിൻ്റെ മറ്റ് ഡീറ്റെയിൽസ് അതാണ് പറയുന്നത്, അത്തരം ഡീറ്റെയിൽസ് നമുക്ക് മാറ്റി വെക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പെയിനിൻ്റെ ആ ഒരു ഡിസ്ക്രിപ്ഷനൊക്കെ നമുക്ക് മാറ്റി വെക്കാം. പക്ഷേ ഈ ഒരു ബേസിക് കാര്യം ഫിയർ, അതാണ് ഇവിടെ പ്രധാനമായിട്ട് എൻ്റെ ഓപ്പറേറ്റീവ് പാർട്ടായിട്ട് വരുന്നതാണ്. ഷീ പ്രഡിക്ട്സ് ദ ഡേ ഓഫ് ഹിയർ ഡെത്ത്, മരണത്തിൻ്റെ ദിവസം പ്രവചിക്കുന്നു, എന്ന് മരിക്കുമെന്ന് പ്രവചിക്കുന്നു. കറക്റ്റ് അക്കോണൈറ്റം. ദ റീസൺ ദാറ്റ് അക്കോണൈറ്റം ഈസ് സോ ഓഫൺ ദ ഇൻഫൻസ് റെമഡി ഈസ് ബിക്കോസ് ദ ഇൻഫൻറ്റ് ഈസ് സോ ഓഫൺ മെയ്ഡ് സിക്ക് ഫ്രം ഫ്രൈറ്റ്. സ്ത്രീകളുടെ കാര്യം പറഞ്ഞ പോലെ കുട്ടികളുടെ കാര്യത്തിലും ഇൻഫൻറ്റ്, തീരെ ചെറിയ കുട്ടികൾ, അവരും ഭയം കൊണ്ട് പെട്ടെന്ന് സിക്കാകാം. കുട്ടികൾ നമ്മൾ ശ്രദ്ധിച്ചോ, ഒരു ഉറക്കത്തിൽ വെറുതെ ഒരു ഡോർ അടച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു ശബ്ദം ഉണ്ടാക്കിയാൽ മതി, കുട്ടികൾ ഞെട്ടും. ഉറക്കത്തിൽ പെട്ടെന്ന് ചെറിയ കുട്ടികൾ നിരീക്ഷിച്ചാൽ മനസ്സിലാവും, പെട്ടെന്ന് ഞെട്ടും. പക്ഷേ ഒരു മുതിർന്ന കുട്ടിയാണെങ്കിലോ, ഒരു 5-6 വയസ്സുള്ള കുട്ടി അത് ഞെട്ടില്ല. കുറച്ചുകൂടി വലുതായി കഴിഞ്ഞാൽ അത്ര വലിയ ശബ്ദങ്ങളും കോലാഹലവും വന്നാൽ മാത്രമേ ചിലപ്പോൾ ഞെട്ടിയിരിക്കുള്ളൂ. അപ്പോൾ ചെറിയ കുട്ടികൾ ഈ കാര്യത്തിൽ കൂടുതൽ വൾണറബിളാണ്. അതുകൊണ്ട് ഫിയർ കൊണ്ടുള്ള പ്രശ്നങ്ങൾ സ്ത്രീകൾക്കും ഇൻഫൻസിനും കൂടുതൽ എഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് ആ ഒരു കാറ്റഗറിയിൽ അക്കോണൈറ്റം വളരെയധികം ഉപകരിക്കും. അപ്പോൾ സിക്ക് ഫ്രം ഫ്രൈറ്റ് എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രധാന കാര്യം. ഇനിയൊരു പ്രൂവർ കോട്ട് ചെയ്തിരിക്കുകയാണ്. ഇൻഫ്ലമേഷൻ ഓഫ് ദി ജെനിറ്റൽസ് ഇൻ പ്ലത്തോറിക് വുമൺ. പ്ലത്തോറിക്കായിട്ടുള്ള തടിച്ചു കൊഴുത്തിരിക്കുന്ന സ്ത്രീകളിൽ ജെനിറ്റൽസിൽ വരുന്ന ഇൻഫ്ലമേഷൻ. അക്കോണൈറ്റം ഈസ് മോർ ഫ്രീക്വൻ്റ്ലി ഇൻഡിക്കേറ്റഡ് ഇൻ വുമൺ ആൻഡ് ചിൽഡ്രൻ ദാൻ ഇൻ മെൻ. നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. പുരുഷന്മാരിൽ നിന്നൊക്കെ കൂടുതൽ സ്ത്രീകളിലും കുട്ടികളിലും കൂടുതൽ ഫ്രീക്വൻ്റ് ആയിട്ട് അക്കോണൈറ്റം ഇൻഡിക്കേറ്റ് ചെയ്യപ്പെടും. അതിൻ്റെ കാരണം പറഞ്ഞു, ഈ ഭയം എന്നുള്ള കാര്യങ്ങൾ, പിന്നെ ടെൻഷൻ, അത്തരം കാര്യങ്ങൾ സ്ത്രീകളെയും കുട്ടികളെയാണ് കൂടുതൽ സ്വാഭാവികമായിട്ടും ബാധിക്കുന്നത്. സെൻസിറ്റീവ്, വിഗറസ്, എക്സൈറ്റബിൾ വുമൺ, അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. സെൻസിറ്റീവ്, വിഗറസ്, എക്സൈറ്റബിൾ, പ്ലത്തോറിക്. It is indicated in men in inflammatory conditions from becoming chilled in dry, cold air. And it is wonderful how you can convince a patient who needs acknowledge what wonderful things there are in homeopathy by showing him how rapidly, with acknowledge, you can put him in a sweat and break up a sharp fever when there is a recent and single attack. പറഞ്ഞു വരുന്നത്, ഈ ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ്, ഈ നേരത്തെ പറഞ്ഞ പോലുള്ള ഇൻഫ്ലമേറ്ററി കണ്ടീഷനിൽ സ്ത്രീകളിലും കുട്ടികളിലും ഫിയർ കൊണ്ടാണ് ഉണ്ടാകുന്നതെങ്കിൽ പുരുഷന്മാരുടെ കാര്യത്തിൽ എങ്ങനെയാണ്? ഡ്രൈ കോൾഡ് എയറിൽ ചിൽഡാകുമ്പോൾ, നേരത്തെ പറഞ്ഞ കാര്യം, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ കാര്യം, ഡ്രൈ കോൾഡ്, നമ്മൾ ഒരു വിൻ്റർ കണ്ടീഷനിൽ പെട്ടെന്ന് ചിൽഡാകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. ആ ഒരു പ്രശ്നങ്ങളിൽ എത്ര അത്ഭുതകരമായിട്ട് ഹോമിയോപ്പതിക്ക് അയാളെ സുഖപ്പെടുത്താൻ പറ്റും, അല്ലെങ്കിൽ ഹെൽത്തിലേക്ക് റിസ്റ്റോർ ചെയ്യാൻ പറ്റും എന്ന് അയാളെ പറഞ്ഞാൽ അയാൾക്ക് മനസ്സിലായാൽ അയാൾ അത്ഭുതപ്പെട്ടു പോകും. അപ്പോൾ എൻ്റെ ആ ഒരു സാഹിത്യ ഭാഷ ഉപയോഗിക്കുന്നത് ആ റാപ്പിഡിറ്റി ഓഫ് ആക്ഷൻ ഓഫ് അക്കോണൈറ്റ്. അതായത് ആ ഒരു അവസ്ഥയിലായിരിക്കുമ്പോൾ, തണുത്ത് വിറങ്ങലിച്ചിരിക്കുമ്പോൾ പെട്ടെന്നൊരു വിയർപ്പുണ്ടാക്കാനും ഒരു പനി എസ്റ്റാബ്ലിഷ് ചെയ്യാനും അതുവഴി ആ ചിൽഡായ ഒരു കണ്ടീഷനിൽ നിന്നും, ആ ഒരു ഫ്രോസൺ കണ്ടീഷനിൽ നിന്നും, അതുകൊണ്ടാണ് ആ ഇൻഫ്ലമേഷനിൽ നിന്നും അയാളെ പുറത്തു കൊണ്ടുവരാൻ സാധിക്കും. ഈ പറഞ്ഞ പോലൊരു പ്രസിഷൻ ആക്ഷൻ നമ്മുടെ നാട്ടിൽ പ്രതീക്ഷിക്കേണ്ട കാര്യമായിട്ട്, കാരണം വെച്ചാൽ അങ്ങനത്തെ ഒരു തണുപ്പും ഡ്രൈ എയറും നമ്മളവിടെ ഉണ്ടാകാറില്ല. എങ്കിലും ഇതിൽ സമാനമായിട്ടുള്ള അവസ്ഥകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ, അങ്ങനത്തെ ഒരു കണ്ടീഷൻ, ഇൻഫ്ലമേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അക്കോണൈറ്റം ആ ഒരു ചിൽഡ് അവസ്ഥയിൽ നിന്ന് വരെ പുറത്തു കൊണ്ടുവരാനും വിയർപ്പും പനിയുമൊക്കെ ഉണ്ടാക്കി അവരൊരു വൈറ്റൽ ഹീറ്റിനെ റീജനറേറ്റ് ചെയ്യാനും അക്കോണൈറ്റം സഹായിക്കുമെന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ആഫ്റ്റർ tedious and difficult parturition, violent after pains, shooting, tearing after pains with febrile conditions. ഇപ്പോൾ കൊണ്ടിരിക്കുകയാണ് ഈ പ്രസവിച്ച് കിടക്കുമ്പോഴുള്ള ഒരവസ്ഥ, പ്രസവം കഴിഞ്ഞ ശേഷമുള്ള പ്രശ്നം, വളരെ അമ്മയും കുഞ്ഞും വേർപെടുന്നൊരവസ്ഥ വളരെ പ്രയാസമേറിയതായിരുന്നു. പ്രസവത്തിന് ശേഷം വളരെ വയലൻ്റ് ആയിട്ടുള്ള വേദനകൾ, ഷൂട്ടിങ്, ടിയറിങ് ആഫ്റ്റർ പെയിൻസ്, ടിയറിങ് പെയിൻസ് വിത്ത് ഫെബ്രൈൽ കണ്ടീഷൻസ്, ഫെബ്രൈൽ കണ്ടീഷൻസും അതിനോടൊപ്പം വരുന്നു. യൂട്രൈൻ ഹെമറേജ് വിത്ത് ബ്രൈറ്റ് റെഡ് ബ്ലഡ് ആൻഡ് ഫിയർ ഓഫ് ഡെത്ത്. യൂട്രസിൽ നിന്നുള്ള ഹെമറേജ് വരുന്നു, ബ്രൈറ്റ് റെഡ് ബ്ലഡ്. ഇത്ര ഹെമറേജുകളുടെ കാര്യത്തിൽ നമുക്ക് പെട്ടെന്ന് ഒരു ഔഷധം കൊടുക്കേണ്ടി വരും. അവിടെ റിപ്പർട്ടറിയും തപ്പിയിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ബ്ലഡിൻ്റെ കളറും നേച്ചറും മറ്റുമൊക്കെ വളരെ പ്രധാനമാണ്. ഇതിൻ്റെ കാര്യത്തിൽ
ബ്രൈറ്റ് റെഡ് ബ്ലഡ്. മാത്രമല്ല ഫിയർ ഓഫ് ഡെത്ത്, മരണഭയം അങ്ങനെയുണ്ടാകുന്നു. ഇറ്റ് ഈസ് വണ്ടർഫുൾ വാട്ട് അക്കോണൈറ്റിൻ വിൽ ഡു ഇൻ സം കേസസ് അറൈസിംഗ് ഫ്രം ടേക്കിംഗ് കോൾഡ് ഇൻ ദ puerperal stage, but do not mix that up with puerperal fever. അതായത് പ്രസവിച്ച് കിടക്കുന്ന അവസ്ഥയിൽ തണുപ്പടിച്ചാൽ ഉണ്ടാകുന്ന, അതിൽ നിന്നുണ്ടാകുന്ന ചില കേസുകളിൽ അക്കോണൈറ്റത്തിൻ്റെ പ്രയോഗത്തെക്കുറിച്ചാണ് പറയുന്നത്. പ്രസവിച്ച് കിടക്കുന്ന, നമ്മൾ പെറ്റ് കിടക്കുക എന്ന് പഴയ ഭാഷയിൽ പറയില്ലേ, ആ ഒരു അവസ്ഥയിൽ തണുപ്പടിച്ചാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, എല്ലാ പ്രശ്നങ്ങളുമല്ല, സം കേസസ്. പക്ഷേ ഒരു മുന്നറിയിപ്പ് തരുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്യൂപ്പറൽ ഫീവർ, അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന പനീനെ ഇതുമായിട്ട് കൺഫ്യൂസ് ചെയ്യരുത്. തണുപ്പടിക്കുമ്പോണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. ദ ഫസ്റ്റ് ഈസ് എ സിമ്പിൾ ഫോം, നോൺ സെപ്റ്റിക്, പെർഹാപ്സ് ദ ബ്രസ്റ്റ് ഈസ് ഇൻവോൾവ്ഡ് വിത്ത് സോർനെസ് ഇൻ ദ ബ്രസ്റ്റ്, സപ്രഷൻ ഓഫ് ദ മിൽക്ക് ആൻഡ് ഫെബ്രൈൽ കണ്ടീഷൻസ്. അപ്പോൾ ആദ്യത്തെ കണ്ടീഷനിൽ ഈ തണുപ്പടിച്ചുണ്ടാകുന്ന, പ്രസവിച്ച് കിടക്കുമ്പോൾ തണുപ്പടിച്ചുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒരു സിമ്പിൾ ഫോമിലുള്ളതാണ്. അത് നോൺ സെപ്റ്റിക്കാണ്. ഒരു സെപ്റ്റിക് കണ്ടീഷനിലേക്ക് പോയൊരു മരണത്തിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാകില്ല. പക്ഷെ അവിടെ എന്താകുന്നത്, ചിലപ്പോൾ ബ്രസ്റ്റ് ഇൻവോൾവ് ആകാം, ബ്രസ്റ്റിൽ സോർനെസ് ഉണ്ടാകാം ചിലപ്പോൾ, എങ്കിലും ഒരു മാരകമായൊരവസ്ഥയല്ല. സപ്രഷൻ ഓഫ് മിൽക്ക് ഉണ്ടാകാം, ഫെബ്രൈൽ കണ്ടീഷൻ ഉണ്ടാകാം. ബട്ട് ഇഫ് ദർ ഇസ് സപ്രഷൻ ഓഫ് ദ ലാക്കിയ, ഡു നോട്ട് ഗിവ് അക്കോണൈറ്റ്. അപ്പോൾ ലോക്കിയയിൽ സപ്രഷൻ ഉണ്ടെങ്കിൽ അക്കോണൈറ്റം കൊടുക്കരുത്. അക്കോണൈറ്റം കൊടുക്കേണ്ടതും കൊടുക്കേണ്ടാത്തതുമായിട്ടുള്ള വ്യത്യസ്തമായ സാഹചര്യങ്ങളെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് കെൻറ്റ് പറയുന്നുണ്ട്. അത് ഇതേപോലൊരു അക്യൂട്ട് കണ്ടീഷനിൽ നമ്മളെ മെമ്മറി ഉപയോഗിച്ചുകൊണ്ട് പെട്ടെന്ന് മരുന്ന് കൊടുക്കേണ്ട സാഹചര്യങ്ങളിൽ തെറ്റിപ്പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. തെറ്റിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് പോകും. രോഗി ചിലപ്പോൾ വേറെ സ്ഥലത്ത് പോയി, അല്ലെങ്കിൽ അലോപ്പതി ആശുപത്രിയിൽ പോയി ഒരു ട്രീറ്റ്മെൻറ്റ് കാണുമായിരിക്കും. പക്ഷേ പ്രാക്ടീസിനത് ബാധിക്കും. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ മെമ്മറിയിൽ സൂക്ഷിക്കണം. കൃത്യമായിട്ട് ഓരോ മരുന്നിൻ്റെ ഇൻഡിക്കേഷൻസ്, ഏതേത് സാഹചര്യങ്ങൾ മാറി മാറി വരുന്നു എന്നുള്ളത് കെൻറ്റ് അത്തരം കാര്യങ്ങൾ വളരെ വിശദീകരിച്ച് അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൻ്റെയും ഈ ടെക്സ്റ്റിൻ്റെയും ഒക്കെ പശ്ചാത്തലത്തിൽ അദ്ദേഹം പറയാറുണ്ട്. കൃത്യമായിട്ട് ഓർത്തിരുന്നു കഴിഞ്ഞാൽ തെറ്റാതെ അക്യൂട്ട് കണ്ടീഷനെ നിങ്ങൾക്ക് വളരെ ഭംഗിയായിട്ട് മാനേജ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അക്കോണൈറ്റത്തിൻ്റെ കൂടുതൽ പ്രധാനപ്പെട്ട വിവരങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കേൾക്കാം. അപ്പോൾ 100ാമത്തെ ഈ എപ്പിസോഡ് പൂർത്തിയാകുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇതുവരെ ഇതിനെ പിന്തുണച്ച നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. നിങ്ങളുടെ പ്രോത്സാഹനം ഇനിയും ഉണ്ടാകണം. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്കിതിലെ കമൻറ്റുകളിലൂടെ പറയാം. ഇതിലെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ഫോൺ നമ്പരും എൻ്റെ ഇമെയിലും കൊടുത്തിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് നിങ്ങൾക്ക് അറിയിക്കാം. പബ്ലിക്കായിട്ടൊരു കമൻറ്റ് കൊടുക്കാൻ നിങ്ങൾക്ക് പ്രയാസമുണ്ടെങ്കിൽ ആ ഫോൺ നമ്പർ വാട്സപ്പ് ഉണ്ട്. ആ ഫോൺ നമ്പർ മാത്രമേ ഉള്ളൂ. അതിൽ വാട്സപ്പിൽ മെസ്സേജ് ഇടാം, വിളിക്കണമെങ്കിൽ വിളിക്കാം, ഇമെയിലിൽ മെസ്സേജ് ഇടാം. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാങ്കേതികമായ പരിമിതികളെ ഒരു പരിധിയിൽ കൂടുതൽ മറികടക്കാൻ ഈ ഒരു സാഹചര്യത്തിൽ സാധിക്കില്ലെങ്കിൽ പോലും ഇതിൻ്റെ അവതരണ രീതിയിലും കൂടുതൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് വേണമോ അങ്ങനെയുള്ള കാര്യങ്ങളിലുമൊക്കെ നിങ്ങൾക്ക് നിർദ്ദേശങ്ങൾ തരാം. അത് നമുക്ക് കഴിയുന്നിടത്തോളം അതിനെ ഇതിൽ ഉൾച്ചേർക്കാൻ ഞാൻ പരിശ്രമിക്കാം. അപ്പോൾ നിങ്ങളിതിനെ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ മറ്റ് ഗ്രൂപ്പുകളിലേക്ക് ഇതിനെ പ്രൊപ്പഗേറ്റ് ചെയ്യുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. നമുക്ക് 100ാമത്തെ എപ്പിസോഡിൽ നമുക്ക് അധികം വൈകാതെ വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.